നമസ്കാരം. സ്ത്രീകളിൽ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന രണ്ട് കാര്യങ്ങളാണ് ആർത്തവവും പ്രസവവും. സ്ത്രീകളിൽ മാത്രമല്ല, ഇന്ന് കുടുംബത്തിലെ ഓരോരുത്തർക്കും ആഘോഷിക്കാനുള്ള ഒരു കാര്യമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ തമിഴ്നാടുകളിൽ മാത്രം കണ്ടുവരുന്ന മഞ്ഞൾ നീരാട്ട്, വളക്കാപ്പ് എന്നീ ചടങ്ങുകൾ ഇന്ന് നമ്മുടെ നാട്ടിലും വളരെ സുലഭമായിരുന്നു. ഈ സമയത്ത് സ്ത്രീകളെ ചേർത്ത് പിടിക്കാനും ഇതിനെപ്പറ്റി സംസാരിക്കാനെല്ലാം നമ്മുടെ ഇന്നത്തെ ആൾക്കാരെല്ലാം വളരെ സജീവമാണ്. എന്നാൽ ഇതിനിടയിൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. അധികം ആരും സംസാരിച്ച് കേൾക്കാത്ത, അനുഭവിക്കുന്നവർ മാത്രം അറിയുന്ന ഒരു കാര്യം: ആർത്തവ വിരാമം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നി ബാക്കിയുള്ള എല്ലാ അമ്മമാർക്കും ഇത് ഉപകാരപ്പെട്ടു. ഒരു സ്ത്രീയായി ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ആർത്തവവും ആർത്തവ വിരാമവും. പലപ്പോഴും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് പോലും മനസ്സിലാവണമെന്നില്ല തങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്, ഇതൊക്കെ എന്തുകൊണ്ട് വരുന്നതാണ് എന്നതൊന്നും പലപ്പോഴും ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പിന്നെ അവർ മറ്റൊരാളോട് ഇതെങ്ങനെ പറയും? സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന ഒരു ഭാഗമാണ് ഗർഭപാത്രവും പിന്നെ നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഹോർമോണുകളും. പൊതുവേ നമ്മുടെ ആർത്തവ ചക്രത്തിനനുസരിച്ചിട്ടാണ് സ്ത്രീകളുടെ സ്വഭാവത്തിലെ ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾക്ക് പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓരോ സമയത്തും ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ഈ ആർത്തവ ചക്രത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അനുസരിച്ചിട്ടായിരിക്കും സ്ത്രീകളുടെ സ്വഭാവങ്ങൾ ചിലപ്പോഴൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. ഇത് പൂർണ്ണമായും ശരിയാവണമെന്നില്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യത്തിലും ഇത് ശരിയായിട്ട് വരാറുമുണ്ട്. പക്ഷെ ഒരു 45 മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് ആർത്തവ വിരാമത്തിനുള്ള സമയമാണ്. എന്താണ് ആർത്തവ വിരാമം? അതായത് ശരീരം അണ്ടോൽപാദനം നിർത്തുന്ന ഒരവസ്ഥയാണ് ആർത്തവ വിരാമം. തുടർച്ചയായി 1 വർഷം കാലത്തോളം കാലം സ്ത്രീ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ, അല്ലെ ആർത്തവം സംഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവരുടെ ആർത്തവ വിരാമം സംഭവിച്ചു എന്ന് പറയാൻ പറ്റും. പൊതുവേ ഈ 45 മുതൽ 55 വയസ്സ് വരെയുള്ള ഈ ഒരു റേഞ്ചിലാണ് ആർത്തവ വിരാമം സംഭവിക്കാറ്. എന്നാൽ ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഫുഡിൻ്റെ രീതി അങ്ങനെയുള്ള ഇതെല്ലാം കൊണ്ട് കുറച്ച് നേരത്തെയും ആർത്തവ വിരാമം സംഭവിക്കുന്നതായി കാണാം. എന്നാൽ ഇത് പൂർണ്ണമായും 1 വർഷത്തോളം കാലം നീണ്ടു നിന്നതായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അത് ആർത്തവ വിരാമമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വളരെ വലിയ വ്യതിയാനങ്ങൾ, പിന്നെ ഇവയുടെ കുറവ്, പിന്നെ താരതമ്യേന ഇത് കുറഞ്ഞു പോകുന്നത്, ഇതൊക്കെയാണ് ആർത്തവ വിരാമത്തിൽ പ്രധാന പ്രശ്നങ്ങളായിട്ട് ഉണ്ടാകുന്നത്. പലപ്പോഴും നമുക്ക് ഇതൊന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാൽ അവർ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് ഇവർക്ക് ആർത്തവ വിരാമം സംഭവിച്ചെന്ന് പറയാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ, ഈസ്ട്രജൻ കുറയുന്നതോടെ ശരീരമാകെ ചുട്ടുപുകച്ചൽ, അമിതമായ ഉത്കണ്ഠ, പെട്ടെന്നുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, ശരീരഭാരം കൂടുക എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരുന്നതാണ്. ഇതൊക്കെ ഈ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക, രാത്രി നന്നായി വിയർക്കുക, പിന്നെ ക്ഷീണം, സന്ധിവേദന, മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ യോനി ഭാഗത്തുണ്ടാകുന്ന വരൾച്ചയും ചൊറിച്ചിലും, ചില ആൾക്കാർക്ക് ചിരിക്കുമ്പോൾ പോലും മൂത്രം പോകുന്ന അവസ്ഥ, പിന്നെ ശരീരത്തിൽ ചില ചുളിവുകളെ ബാധിക്കുക എന്നീ അവസ്ഥകളും കാണാം. ഇത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു അവസാനമല്ല, നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ഇനി ജീവിതത്തിലെ ഒരു നല്ല ഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം എന്നത് മാത്രം. ഇത് വളരെ സ്വാഭാവികവും എല്ലാവർക്കും നടക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചാൽ ഇത്രയും വർഷം നമ്മൾ ജീവിച്ചതിനേക്കാളും നന്നായിട്ട് ഇനിയും നമുക്ക് ഒരുപാട് വർഷങ്ങൾ ജീവിക്കാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഇത് പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചാലോ? നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ആർത്തവവിരാമം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണ്? ഒന്ന് നോക്കിയാൽ നമ്മൾ ഇത്രയും വർഷം അനുഭവിച്ച, ഓരോ മാസത്തിലും 7 ദിവസത്തോളം കാലം നമ്മൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾ ഇനി നമുക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്ത പല ചടങ്ങുകളിലും അല്ലെങ്കിൽ യാത്രകളൊക്കെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇനി നമുക്ക് പോകാണ്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാം. നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മൾ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ ആൻഡ് കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഇലക്കറികൾ, സോയാബീൻ, പയറ് മുളപ്പിച്ചത്, പാല്, മത്സ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചായ, കാപ്പി എന്നിവ ഒരു പരിധിവരെ കുറക്കാവുന്നതാണ്. അത് പൊതുവേ ആർക്കും അത്ര നല്ല കാര്യമൊന്നുമല്ല. ചായ, കാപ്പി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് അത്ര ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് കുറക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ അമിതമായിട്ട് മധുരം, എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങൾ
മധുരം എന്നൊക്കെ പറഞ്ഞാൽ പൊതുവേ നമ്മുടെ പഞ്ചസാരേനെ വൈറ്റ് പോയിസൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ശരീരത്തിൽ നിന്ന് കുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉണർവ് വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഈ സമയങ്ങളിൽ ധാരാളമായിട്ട് വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരം ഒരുവിധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നമുക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ സ്ത്രീകൾ വീട്ടുകാർക്കും കുടുംബക്കാർക്കെല്ലാം വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റിവെക്കാൻ പലപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അത്തരം അവസ്ഥകളൊക്കെ മാറട്ടെ, ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് വ്യായാമത്തിനായിട്ട് ചെലവഴിക്കുക. സ്വന്തമായിട്ട് ഒരു അരമണിക്കൂർ പോലും മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ശരിക്കും ജീവിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ അരമണിക്കൂർ പറ്റുന്നില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കാനെങ്കിലും പോവുക. ജിമ്മിൽ പോകാൻ പറ്റുന്നവർ അങ്ങനെ പോവുക. ഇനി തീരെ പറ്റാത്തവർ ഒരു 10 മിനിറ്റെങ്കിലും നടത്തത്തിനെങ്കിലും ചെലവഴിക്കുക. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്നും ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയാണെന്നും ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ 50% പ്രശ്നങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിക്കോളും. ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, അവർ ചെയ്യുക, യാത്രകൾ പോവുക, കൂട്ടുകാരായിട്ട് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വന്തം ജീവിതം കുറച്ചുകൂടി ഒന്ന് കളറാക്കുക, സ്വയം ഇഷ്ടപ്പെടുക. ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം ഇനിയും നല്ല രീതിയിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ആർത്തവ വിരാമം ഒരിക്കലും ഒന്നിൻ്റെ ഒരു അവസാനമല്ല, ഇതൊരു പുതിയ നല്ല ജീവിതത്തിലേക്കുള്ള തുടക്കം മാത്രമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക. ഇനി ഈ വീഡിയോ കാണുന്നത് ഒരു മകനോ മകളോ ആണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ തൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആരാണോ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ഒരു ധൈര്യം പകർന്നു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.